ചേട്ടാ, എന്റെ ടെടി അതിലേക്കൊന്ന് കേറ്റാമോ? ഞാൻ നിങ്ങൾക്ക് ഡബിൾ കാശ് തരാം. ഇങ്ങ് തരൂ. വാ. സുജി, നീ എത്ര നാൾ ഈ സത്യം ആരവിൽ നിന്നും ഒളിച്ചു വെക്കും സുജി? എല്ലാ സത്യവും തുറന്നു പറഞ്ഞല്ലേ മതിയാവൂ. അതെ ദേവി, പക്ഷേ ആരും ഒളിക്കരുത്. നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കള്ളങ്ങൾ പോലും ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കാറുണ്ട്. ഞാനിത് പറയുന്നത് ഞാൻ കണ്ട കാര്യമായതുകൊണ്ട് എല്ലാ സത്യവും പറയേ. നീ തുറന്നു പറയേ. നിന്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന്. പ്രീതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും തുറന്നു പറയേ. അതത്ര എളുപ്പമല്ല ദേവി. അഥവാ ആരും സർ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ? ആദ്യം അദ്ദേഹത്തെ നീ ഒന്ന് വിശ്വസിക്ക്. അപ്പൊ അദ്ദേഹം നീ പറയുന്നതും കേൾക്കും. പിന്നെ സുജി, വിശ്വസിക്ക്. പ്രണയത്തിന് വളരെയധികം ശക്തിയുണ്ട്. അമ്മേ, ഇവളെങ്ങോട്ടായി പോകുന്നേ? അതിപ്പോ തന്നെ അറിഞ്ഞേ മതിയാകൂ. നീ വീട്ടിൽ തന്നെ നിന്നോളൂ. ഞാൻ ഇവളുടെ പിന്നാലെ പോകാം, എന്നിട്ട് കണ്ടുപിടിക്കാം. നീ എന്നോട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചെയ്യാം നമുക്ക്. ആ, നിക്ക്. നല്ല രസമുണ്ടല്ലേ പ്രീതു? ആ, നല്ല രസമുണ്ട് കൃഷ്ണ. പക്ഷെ കൃഷ്ണ, ഞാൻ ഈ ജയന്റ് വീലിൽ കയറിയതേ ഡോക്ടറങ്ങളെ കണ്ടുപിടിക്കാനാ. പക്ഷെ എനിക്കിവിടെ ഇരുന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആണോ? ആ കൃഷ്ണ, ഇനി ദീപ ചേച്ചിനെ പറ്റിച്ചത് വല്ലതാണോ? എത്ര നേരമായിട്ട് നമ്മൾ ഇതിലിരുന്ന് കറങ്ങോ, എന്നിട്ട് ഡോക്ടറങ്ങളെ കാണുന്നില്ലല്ലോ. നന്നായി ശ്രദ്ധിച്ചു നോക്കൂ പ്രീതു. ആ ഡോക്ടർ അങ്കിളിനെ നിനക്ക് തീർച്ചയായും കാണാൻ പറ്റും. ആണോ? ഒരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാൻ പ്രീതു, ഇതെല്ലാം നിനക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. പക്ഷെ അത്ര എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും കണ്ണ് തുറന്നു വെക്കണം. ഓക്കേ. അല്ല, ഈ ജോക്കർ എന്താ ഇങ്ങനെ പേടിച്ച് നടക്കുന്നേ? പിന്നെ എല്ലാരും കൂടി അയാൾ എന്തിനാ വഴക്കു പറയുന്നേ? സുദേവ്, വിടണേ. സുദേവ്, സുദേവ് നിൽക്ക്. I love you. I love you.
മാറി നിൽക്കും മാനസി. നന്ദിത നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലേ? ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ല. ആ നിങ്ങൾ എന്നോടൊപ്പം ജീവിക്കണം. ആ മാറി നിൽക്കാൻ. നോക്ക്, ഈ ലോകം മുഴുവൻ ആ റിപ്പോർട്ട്സ് വിശ്വസിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ആ ഡോക്ടർ ഇപ്പോൾ സത്യം പറയാനുള്ള അവസ്ഥയിലല്ല. അയാളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എല്ലാവരും വിചാരിക്കും ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആണെന്ന്, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയായിരുന്നെന്ന്. സുദേവ്, എല്ലാം ഇനി ശരിയാകണമെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എന്റെ കൂടെ കഴിയണം. ഐ റിഗ്രറ്റ്. നിന്നെ പോലൊരു പെണ്ണിന് വേണ്ടി എന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞല്ലോ. അവളെ ചതിച്ചു. ഇല്ല സുദേവ്, ഐ ലവ് യു. പ്ലീസ് എന്നെ വിവാഹം കഴിക്ക്. ഐ ലവ് യു. പിന്നെ ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരനെയും മുഴുവൻ ലോകത്തെ ഉപേക്ഷിക്കാം. ബട്ട് ട്രസ്റ്റ് മീ, നീ എന്നെ വിവാഹം കഴിക്കില്ലേ? അതോടെ എല്ലാം ശരിയാവും. നിനക്ക് ഒരു ദോഷവും വരില്ല. സത്യമായിട്ടും. ഐ ലവ് യു. എന്നെ വിവാഹം കഴിക്കും സുദേവ്. പ്ലീസ് ബി മൈൻ. പ്ലീസ് സുദേവ്, എന്നെ വിവാഹം കഴിക്കും. പ്ലീസ്. ഞാൻ മരിച്ചു പോയാലും നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. മനസ്സിലായോ? സുദേവ്, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. സുദേവ്, എന്നെ വിട്ടു പോകരുത്. സുദേവ്, ഞാൻ പറയുന്നത് കേൾക്ക്. സുദേവ്, എന്നെ ഉപേക്ഷിച്ച് പോകരുത്. സുദേവ്, നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. ഇനി നീ കണ്ടോളൂ. ഇനി എന്തായാലും ഞാൻ നിന്റെ സത്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരും. കാണിച്ചു കൊടുക്കും ഞാൻ നിന്റെ ശരിയായ മുഖം എല്ലാവർക്കും. നീ കണ്ടോ? നിൽക്ക്. ഈ വീഡിയോ അരവിന് സെൻഡ് ആയല്ലോ.
കണ്ടിട്ട് ഡോക്ടർ സുകുമാരനെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അയ്യോ തീ അമ്മ വായടി ഓടി വാ അമ്മ തീ വായടി ഓടി വാ അയ്യോ തീ അമ്മ തീ പ്രീതു വായടി ഓടി വാ തീ തീ അമ്മ പ്രീതു വായടി പ്രീതു വായടി രക്ഷിക്കണേ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ വായടി പ്രീതു നീ ടെൻഷൻ ആവല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അയ്യോ ഈ ഊഞ്ഞാല് നിൽക്കുന്നില്ല, ഇതിന്റെ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. നോക്കി നിൽക്കുന്നതാ വടിയതാ. രക്ഷിക്കണേ അമ്മ വായടി വായടി അമ്മ വായടി പേടിയാവുന്നു വായടി അമ്മ നിനക്കൊന്നും പറ്റില്ല പ്രീതു വായടി 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 പേടിയാവുന്നു അമ്മ അമ്മ വായടി രക്ഷിക്കണേ അമ്മ വായടി വായടി വാ മോനെ. അമ്മ തീ തീ അമ്മ വായടി വായടി അവളെ രക്ഷിക്കും വായടി തീ വായടി ഇങ്ങോട്ട് മാറി നിൽക്ക് സുജി. സുജി എല്ലാ കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അവള് മാത്രം ബാക്കിയായി അവള് സാറ് വിട്ടു കളഞ്ഞു അവളെ എടുത്തോണ്ട് വരാം. ആരും രക്ഷപ്പെടുത്തില്ലെന്ന് സുജി. എന്റെ പ്രീതു വായടി ഓടി വാ വായടി പേടി ഏത് പ്രീതു? സുജി അതിൽ ആരുമില്ല. ഉണ്ട് വായടി എന്റെ പ്രീതു ഉണ്ട് എന്റെ പ്രീതു ഉണ്ട് അതില് അമ്മ നന്ദിത മാമിന്റെ മകൾ പ്രീതു വായടി തീ എനിക്ക് അവളെ രക്ഷിക്കണം. എനിക്ക് അവളെ രക്ഷിക്കണം സുജി പ്രീതു നീ കരയില്ലേ? ഞാൻ നിന്നെ രക്ഷിക്കാം വായടി തീ അവളെന്റെ കൂട്ടുകാരിയാ എന്റെ മോളാണ് എന്റെ കൂടെ താമസിക്കുന്നത് പ്രീതു എനിക്ക് അവളെ രക്ഷിക്കണം സുജി പ്ലീസ്. സുജി നന്ദിതയുടെ മകൾ മരിച്ചുപോയി. നീ എന്നത് മനസ്സിലാക്കാത്തെ? മരിച്ചുപോയി പക്ഷെ മരിച്ചതിന് ശേഷം ഭൂതമായി എന്റെ കൂടെയാ താമസിക്കുന്നത് എനിക്ക് അവളെ രക്ഷിച്ചേ മതിയാകൂ ഞാൻ ആദ്യമായി അവളെ ആ വീട്ടിൽ വെച്ചാണ് കാണുന്നത് പ്രീതു സുജി പ്ലീസ്. ഈ കഥയൊക്കെ നീ പിന്നീട് പറയാ. നമുക്ക് ഈ സമയത്ത് ഡോക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. വാ. ഇല്ല സാറിന് അറിയണമായിരുന്നില്ല എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്റെ സീക്രട്ട് പ്രീതു എന്റെ കൂടെയാ താമസിക്കുന്നത് എനിക്ക് അവളെ കാണാൻ കഴിയും ആദ്യമായിട്ട് അവള് പറഞ്ഞത് കേട്ട് എനിക്ക് വിശ്വാസം വന്നില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ സാറിനോട് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല എന്ന് എന്നാൽ സത്യം ഇതാണ്
എന്റെ ജീവിതത്തിലെ രഹസ്യം ഇതാണ്. ഞാൻ സാറിനോട് പറയാൻ വന്നത് ഇത് തന്നെയാണ്. ഈ ഓട്ടപ്പാച്ചിൽ, ഇതെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതെല്ലാം എന്റെ പ്രീതിന് നീതി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രീതു, നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. സുചി പ്ലീസ്, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ റിയാക്ട് ചെയ്യുന്ന കണ്ടാത്തൊന്നും ഭ്രാന്ത മാനസികല്ല നിനക്കാണെന്ന്. ഈ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒക്കെ കഥ സിനിമയിൽ നന്നായിരിക്കും. അതിന് അവിടെ തന്നെ കളയേ. പിന്നെ നിന്റെ ജീവിതത്തിലുള്ള ഈ സീക്രട്സ് ഒക്കെ അതൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ മറ്റേതെങ്കിലും ഒരു സ്റ്റോറി കണ്ടുപിടിക്കുക. വാ എന്റെ കൂടെ. സുചി, സുചി ഊഞ്ഞാലടുത്തേക്ക് പോകരുത്. പ്രീതു, കരയല്ലേ? നിനക്കൊന്നും പറ്റിയിട്ടില്ല. നിനക്കൊരു കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ പ്രീതു, കരയല്ലേ? കരയല്ലേ പ്രീതു? സുചി, ഫോർ ഗോഡ് സേക്ക്, ഇതൊക്കെ ഒന്ന് നിർത്ത്. ഊഞ്ഞാലിലൊക്കെ തീ പിടിച്ചിരിക്കുക. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പ്ലീസ്, ഈ ടൈം പാസ് ഒക്കെ ഒന്ന് നിർത്ത്. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിക്കണം. വാ, പെട്ടെന്ന് വാ. നീ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിങ്ങും പോരുത്. സുചി പ്ലീസ്, വാ ഇങ്ങോട്ട്. സ്റ്റോപ്പ് ഇറ്റ്. എന്നോട് ക്ഷമിക്കൂ. എന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു, അതുകൊണ്ടാ. തനിക്കൊന്നും ഇല്ല, അത് സാരമില്ല. ആ. എക്സ്ക്യൂസ് മീ, ആ. സാറ് അതിരാജാണോ? അതിരാജ് രജപുത്രൻ, ദേവിയുടെ ഹസ്ബൻഡ്. അതെല്ലാം ശരിയാണ്, പക്ഷെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സുജിയാണ്, ദേവിയുടെ ഫ്രണ്ട്. ഓ. ദേവി സാറിന്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു, അതുകൊണ്ടാ മനസ്സിലായത്. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനെ കുറിച്ച്. എന്ത് സാർ, ടെൻഷനിലാണല്ലോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ഇറങ്ങിയതാ. എന്തായാലും സാർ വളരെ ലക്കിയാണ്. ദേവിയല്ലേ സാറിന്റെ ഭാര്യയായത്. എനിക്കറിയാം നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പകയാണെന്ന്, പ്രശ്നങ്ങളാണെന്ന്. പക്ഷേ ജീവിതം ജീവിക്കാൻ പകയല്ല, സ്നേഹമാണ് ഏറ്റവും ആവശ്യം. പിന്നെ സാറിനെ കണ്ടാൽ വളരെ വ്യക്തമായി തന്നെ അറിയാം സാർ ദേവിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. തനിക്ക് ഇക്കാര്യം എത്ര തീർച്ചപ്പെടുത്തി എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് ദേവിയോട് സ്നേഹമാണെന്ന് സാറിന്റെ കണ്ണുകളിൽ അത് കാണാനുണ്ട്. അതുപോലെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ, ഈ സ്നേഹത്തെ സൂക്ഷിച്ചു വെക്കണമെന്ന്, അതിനെ ബഹുമാനിക്കണമെന്ന്. നീ എന്നോടിപ്പോ പറഞ്ഞ ഈ കാര്യം എന്നും ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു വെക്കാം. നന്ദിയുണ്ട് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നതിനാ. ഇനി നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിന്റെ ഈ ചേട്ടനെ അറിയിക്കണം. ഞാൻ ഓടിയെത്തും. താങ്ക് യു. നോക്കി നടന്നോട് തനിക്ക്. ഐ എം സോറി. എന്ത് പറ്റി? ഒരുപാട് ടെൻഷനിലാണല്ലോ സാറ്. ആരെങ്കിലും അന്വേഷിക്കുകയാണോ? ആ, ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്. ഞാൻ തനിക്കൊരു ഫോട്ടോ കാണിച്ചു തരാം, അത് നോക്കിയിട്ട് അറിയൊക്കെ പറ. എന്റെ ഫോണും മാഡം, ടെൻഷൻ ആകാതിരിക്കുക. ഒന്നും അറിയാൻ പോകുന്നില്ല ആരവ്. ഒന്നും അവൻ അറിയാനും പാടില്ല. ഇനിയും റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ, ആ ഡോക്ടറിനെ തീർത്തേക്ക്. എല്ലാരും ചേർന്ന് തീർത്തറിഞ്ഞേക്കാനാ പറഞ്ഞത്. നോക്ക് മനസ്സ്, എന്നെ കൊല്ലല്ലേ. ഞാൻ ആരും അറിയാതെ നോക്കിക്കോളാം ആ റിപ്പോർട്ട് ഫേക്ക് ആണെന്ന്.
ഞാൻ ആരോടും പറയില്ല നിനക്ക് ഭ്രാന്തില്ലെന്ന്. ഞാൻ എല്ലാം നോക്കിക്കോളാം മാനസി. ഇനി എന്റെ ജോലി തെറിച്ചാലും കുഴപ്പമില്ല മാനസി. എനിക്ക് ചെറിയ കുട്ടികളാണുള്ളത്, എന്നെ കൊല്ലല്ലേ മാനസി. മാഡം ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നിൽക്കുന്ന എന്തിനാ? അയാളെ ഇപ്പോ തന്നെ തീർത്തേക്ക്. നോക്ക്, ആ ഡോക്ടർ ആരുടെ കയ്യിലും പെടരുത്, കേട്ടല്ലോ? തീർത്തേക്ക്. ശരി മാഡം. ഇവരിനി ഒന്നും മിണ്ടില്ലല്ലോ. അമ്മ, ഈ ഭ്രാന്തി തിരിച്ചു വന്നു. അമ്മ, 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 അമ്മ. അല്ല, ഇവർക്കിത് എന്താ പറ്റിയേ? അമ്മ, അത് ആക്സിഡന്റ് ആയതാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയതാ? അമ്മ ഈ മുറിവ് എങ്ങനെ പറ്റിയതാ? ഡോക്ടർ സർ, ഇവർക്കിത് എന്താ പറ്റിയേ? നോക്കൂ, ഇവര് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിച്ചു. പക്ഷെ ഈ സ്പെഷ്യൽ ചൈൽഡിന് ഒരു താങ്ക്സ് ചെയ്തേക്ക്, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്. ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക, എല്ലാം ശരിയായിക്കോളും. നന്നായി മോളെ, നന്നായി. കള്ളം. ഇവരായിരിക്കും എന്റെ അമ്മയെ ഉപദ്രവിച്ചത്. അമ്മ പറയമ്മേ, ഇവരല്ലേ അമ്മയെ ഉപദ്രവിച്ചത്? അമ്മ. ഗോകുലേ, എന്താ അനാവശ്യം പറയുന്നേ? എന്റെ മോൾ എന്തിനാ അവരെ ഉപദ്രവിക്കുന്നേ? കാരണം ഇവര് ഭ്രാന്തിയല്ലാത്തോണ്ട്. അമ്മയ്ക്കും അറിയാം ഇവര് ഭ്രാന്തിയല്ലെന്ന്. പറയ്, സത്യം പറയ്. നീ ഭ്രാന്തിയല്ലല്ലോ. പറ, എന്തിനാണ് എന്റെ അമ്മയെ ഉപദ്രവിച്ചത്? പറ. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യമായിട്ട്. ഇവിടെ എല്ലാവരും എന്താണ് കരുതിയിരിക്കുന്നേ? അമ്മ എന്തെങ്കിലും പറയുന്നേ. എന്താ മിണ്ടാത്തത്? എന്തെങ്കിലും പറയമ്മേ.